അടുത്തിടെയാണ് ഭൂമിയിലേക്ക് സൗരക്കാറ്റ് വീശിയടിച്ചത്. ഒരു പതിറ്റാണ്ടിനെ വീശിയടിച്ച ഏറ്റവും ശക്തമായ സൗരക്കാറ്റിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായത് മൊബൈൽ ഫോണുകളുടെയും മറ്റുപകരണങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിച്ചു. ചില ഉപഗ്രഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. വളരെ ശക്തമായ സൗരക്കാറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലായിരുന്നു ഗവേഷകർ. നിരന്തരം ഇവർ കാറ്റിന്റെ സഞ്ചാരഗതി നിരീക്ഷിച്ചിരുന്നു. എന്നാൽ വിചാരിച്ചത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെയായിരുന്നു കാറ്റിന്റെ കടന്നുപോക്ക്. ഇതോടെ ഗവേഷകർക്ക് ആശ്വാസവുമായി. എന്നാൽ സമാന സാഹചര്യം ആവർത്തിക്കുന്നുവെന്നാണ് ഗവേഷകർ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. സൗരക്കാറ്റല്ല, മറിച്ച് ഭൗമകാന്തിക കൊടുങ്കാറ്റാണ് ഭൂമിയെ ലക്ഷ്യമിട്ട് എത്തുന്നത്. സൗരക്കാറ്റിന് സമാനമായ രീതിയിൽ സൂര്യനിൽ നിന്നും പുറന്തള്ളുന്ന ജ്വാലയാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റിന് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണയാണ് ഈ പ്രതിഭാസം സൂര്യനിൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഗവേഷകർ ആശങ്കയിലായത്. ഞായറാഴ്ചയോടെ ഇതിന്റെ തുടർച്ചയായുള്ള ഭൗമകാന്തിക കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വീശിയടിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. സൗരജാലകം ഉണ്ടാകുമ്പോൾ പുറത്തുവരുന്ന കിരണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ഇടപഴകും. ഇതാണ് ശക്തമായ കാറ്റിന് കാരണമാകുന്നത്. സൂര്യനിലുണ്ടാകുന്ന ഇജക്ഷൻ വളരെ ശക്തിയേറിയതാണെന്നാണ് ഗവേഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാറ്റിനും ശക്തിയേറും. അമേരിക്കയിലും യൂറോപ്പിലും ഭൗമകാന്തിക കൊടുങ്കാറ്റിന്റെ സ്വാധീനം അനുഭവപ്പെടുക. സൗരക്കാറ്റിന് സമാനമായാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റും ഭൂമിയെ ബാധിക്കുക. പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സിഗ്നലുകൾ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെ പവർ ഗ്രിഡുകളെയും തകരാറിലാക്കും. ഉപഗ്രഹങ്ങൾ തകരുന്നതിനും പ്രവർത്തനരഹിതമാകുന്നതിനും ഇത് കാരണമാകും. യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ ട്രാൻസ്പോളാർ വിമാനങ്ങൾ യാത്രക്കാർക്കും ക്രൂ അംഗങ്ങൾക്കും റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കുന്നതിനായി വിമാനം വഴിതിരിച്ചുവിടുന്നതടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയതായി ബ്ലൂംബർഗ് റിപ്പോർട്ടും ചെയ്തു. വളരെ അത്യപൂർവമായ സംഭവ വികാസമാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സൂര്യന്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന സൗര കൊടുങ്കാറ്റ് വെള്ളിയാഴ്ച വൈകി ആരംഭിച്ച് ഞായറാഴ്ച വരെ നിലനിൽക്കുമെന്നാണ് നിഗമനം. ഭൂമിയിൽ ഏകദേശം 60 മുതൽ 90 മിനിറ്റ് വരെ ഇതിന്റെ സ്വാധീനം ഉണ്ടാകും. രണ്ടാമത്തെ ഏറ്റവും വലിയ സൗര കൊടുങ്കാറ്റാണ് ഉണ്ടാകുന്നതെന്നും 2005 ജനുവരിക്ക് ശേഷമുള്ള ഇത്തരത്തിലുള്ള ആദ്യ കൊടുങ്കാറ്റായിരിക്കുമെന്നും നാവിഗേഷൻ സംവിധാനങ്ങൾ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ഉയർന്ന ഫ്രീക്വൻസി റേഡിയോ എന്നിവയ്ക്കും ഭീഷണി ഇത് ഉയർത്തും. അതേസമയം ഭൂമിയിലെ ജീവികൾ ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്താൽ സൗര കൊടുങ്കാറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. എന്നാൽ വൈദ്യുത ഗ്രിഡുകൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ ബഹിരാകാശ പേടകങ്ങൾ ഗതിയിൽ വ്യതിചലിക്കാനും സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. 2003 ഒക്ടോബറിലാണ് ഭൂമിയിൽ അവസാനമായി G5 പ്രദേശങ്ങളിൽ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടേക്കാമെന്നും ബ്രിട്ടനിലുടനീളം ദൃശ്യങ്ങൾ കാണാമെന്നും UK മെറ്റ് ഓഫീസ് അറിയിച്ചത്. 11 വർഷങ്ങളുടെ ഇടവേളയിലാണ് സൗരക്കാറ്റുകൾ സംഭവിക്കാറ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സൂര്യനിൽ നിന്നും പുറപ്പെട്ട് ദിവസങ്ങളെടുത്താണ് ഈ സൗരക്കാറ്റുകൾ ഭൂമിയിലെത്താറ്. ജൂലൈ 25 ഈ സൗരക്കാറ്റ് സൂര്യനിൽ നിന്ന് പുറപ്പെട്ട വിവരം നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററിയാണ് ആദ്യം കണ്ടെത്തിയത്. സൂര്യനിൽ നിന്നുള്ള സൗരക്കാറ്റ് ധ്രുവപ്രദേശങ്ങളിൽ ധ്രുവദീപ്തിക്കും കാരണമാവാറുണ്ട്. സൗരക്കാറ്റിലെ ചാർജുള്ള കണങ്ങൾ ഭൂമിയുടെ കാന്തിക വലയത്താൽ ആകർഷിക്കപ്പെടുന്നു. ഈ കണങ്ങൾ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് ധ്രുവദീപ്തി ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.